നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും അനുയോജ്യമായ വിവാഹകാലം ഏതെന്ന് ജാതക പരിശോധനയിലൂടെ കണ്ടെത്താനാകും. ആ കാലത്ത് അതിനു തക്ക നടപടികൾ സ്വീകരിച്ചാൽ അനുയോജ്യമായ വിവാഹബന്ധം വന്നുചേരാൻ അവസരമൊരുങ്ങും. ജാതകത്തിൽ 7-ൽ നിൽക്കുന്ന ഗ്രഹം, 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം, 7-ാം ഭാവാധിപൻ തുടങ്ങി ഈ ഗ്രഹങ്ങളിൽ ഏതിൻ്റെയെങ്കിലും രാശി, നവാംശം എന്നിവയുടെ അധിപൻ ഇവരുടെയൊക്കെ ദശാകാലത്തും അപഹാരകാലത്തും വിവാഹം സംഭവിക്കാവുന്നതാണ്. അതുപോലെ രാഹുവിൻ്റെ ദശാകാലത്തും അപഹാരകാലങ്ങളിലും വിവാഹം ഉണ്ടാകാമെന്ന് പറയുന്നു. കൂടാതെ 7-ാം ഭാവാധിപതി നിൽക്കുന്ന രാശിയുടെ അധിപൻ, 7-ാം ഭാവാധിപൻ്റെ നവാംശനാഥൻ ശുക്രൻ, ചന്ദ്രൻ ഇവരിൽ ആർക്കാണോ ബലം, ആ ഗ്രഹത്തിൻ്റെ ദശയിലോ 7-ാം ഭാവാധിപതി നിൽക്കുന്ന രാശിയുടെ ത്രികോണത്തിൽ വ്യാഴം വരുന്ന കാലവും വിവാഹം സംഭവിക്കാം. പ്രായവും കാലവും ഒരുമിച്ച് വരുന്ന ഈ സമയം വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ഫലം ചെയ്യും. ഗ്രഹനില അനുസരിച്ച് വിവാഹത്തിന് അനുകൂലമായ കാലത്ത് അനുബന്ധ ഗ്രഹങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ദേവതകളെയും പ്രീതിപ്പെടുത്തിയാൽ അനുയോജ്യമായ ബന്ധങ്ങൾ തടസ്സം കൂടാതെ വന്നു ചേരുമെന്നാണ് വിശ്വാസവും അനുഭവവും. വിവാഹ തടസ്സം വരാൻ കാരണം പലതാണ്. എങ്കിലും പ്രധാന കാരണമൊന്ന് ചൊവ്വാദോഷവും മറ്റൊന്ന് സർപ്പദോഷവുമാണ്. ജാതകാൽ ജന്മലഗ്നത്തിൽ നിന്ന് 2, 4, 7, 8, 12 ഭാവങ്ങളിൽ ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷമുണ്ടെന്ന് പറയാം. ഇതിൽ ചൊവ്വ മേടം, കർക്കിടകം, മകരം രാശികളിൽ നിന്നാൽ ദോഷം പറയേണ്ടതില്ല. ചൊവ്വാദോഷമുള്ള രാശിയിൽ വ്യാഴം, ശനി, രാഹു, കേതു ഇവ ചേർന്നു നിൽക്കുകയോ ദൃഷ്ടി ഉണ്ടാവുകയോ ചെയ്താൽ ചൊവ്വാദോഷം അത്ര കഠിനമായി ബാധിക്കുകയില്ല. കർക്കിടകം, ചിങ്ങം ലഗ്നക്കാർക്ക് ചൊവ്വാദോഷം ബാധകമല്ലെന്നും ഒരു വാദമുണ്ട്. ചൊവ്വാദോഷമുള്ളവർക്ക് വിവാഹ തടസ്സം നേരിടാം. ഇത്തരത്തിൽ വിവാഹ തടസ്സം മാറാനായി പഴനി ക്ഷേത്രത്തിൽ തൊഴുതു വണങ്ങുന്നത് ഫലപ്രദമായ പരിഹാരമാണ്. ഒരു വർഷം ജന്മനക്ഷത്ര ദിവസം തോറും ഗ്രഹത്തിൽ വച്ച് ഗണപതി ഹോമം നടത്തുകയും അതിൽ സ്വയംവര മന്ത്രം കൊണ്ട് 108 സംഖ്യ പാൽപായസം ഹോമിക്കുകയും ചെയ്യുന്നത് എത്ര കഠിനമായ വിവാഹ തടസ്സവും നീങ്ങുന്നതിന് ഫലപ്രദമായ ഒരു പരിഹാരം തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.